സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളിന്ന് പെന്തക്കോസും മണ്ടത്തരങ്ങൾ എന്ന ആ വീഡിയോകളിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. സകല പെന്തക്കോസുകാരുടെയും രക്ഷകനായി അവതരിപ്പിക്കുകയും ഈ ബ്രദറൻ പെന്തക്കോസ് സമൂഹത്തിൻ്റെ സഭാപിതാവായി ആക്ട് ചെയ്തിരുന്ന ഷിമോൻ തങ്കപ്പൻ എന്ന ഒരു മാന്യതയും മര്യാദയും ഇല്ലാതെ കമൻറ്റുകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ വിഡ്ഢിത്തരങ്ങൾ പലപ്പോഴും തിയോളജിക്കലി വിളിച്ചു പറയുന്ന ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിൻ്റെ നേതാവും ഈ പെന്തക്കോസ് സമൂഹത്തിൻ്റെ ബ്രദറൻ പെന്തക്കോസ് സമൂഹത്തിൻ്റെ ആത്മീയ പിതാവുമൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അവരെ ടീച്ച് ചെയ്യുന്ന ഈ ഗ്രൂപ്പിൻ്റെ സംവാദത്തിൽ നടന്ന ചില വിഷയങ്ങളാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് കേൾപ്പിക്കുന്നത്. ഇവിടെ TF എന്ന ഗ്രൂപ്പിനെ നമ്മൾ പറയാൻ കാരണം ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന സോഷ്യൽ മീഡിയ ക്രിമിനൽ കൂട്ടം, ഈ വേർഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇസ്ലാമിക വിമർശനങ്ങളിലൂടെയൊക്കെ ആളുകളെ കയ്യിലെടുത്ത് അതിലൂടെ ആൾക്കാരുടെ സംഭാവനയൊക്കെ വാങ്ങി പണിയെടുക്കാതെ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ്, അനിൽകുമാർ അയ്യപ്പൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഒരു ഗ്രൂപ്പാണിത്. കത്തോലിക്ക സഭയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ തിന്മയാണെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വളരെ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള, നുണ പറയുന്നതിനും വ്യാജം പറയുന്നതിനും ഒരു മടിയുമില്ലാത്തൊരു ഗ്രൂപ്പ്. ഇത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഈ പെന്തക്കോസുകാർക്കൊക്കെ പലർക്കും വലിയ വിഷമം തോന്നും. കാരണം അനിൽകുമാർ അയ്യപ്പൻ ഒരു ദൈവത്തെ പോലെ കരുതുന്ന, അല്ലെ വലിയ ആത്മീയ നേതാവായൊക്കെ കരുതുന്ന കുറേ മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ കാര്യമായിട്ട് അനിൽകുമാർ അയ്യപ്പനെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ദിവസം ഇന്നലെ ഈ ഇവന്മാരെല്ലാം കൂടെ ഒരു റൂമിലിരുന്ന് വളരെ മോശമായിട്ട് തിരുവചനത്തിനും യേശുക്രിസ്തുവിന് എതിർസാക്ഷ്യം നൽകിക്കൊണ്ട് എതിരാളികളെ ഒക്കെ വളരെ മോശമായിട്ട് പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തുകൊണ്ട് ഒരു 3-4 മണിക്കൂർ ഒരു ക്ലബ് ഹൗസ് ഡിസ്കഷൻ നടത്തി. അപ്പോൾ ആ ഡിസ്കഷൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങളെല്ലാം കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ നിലവാരം എന്താണ്, ഞാൻ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ള തെളിവുകൾ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ അനിലസ് നായർ എന്ന വ്യക്തിയുടെയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ട്രൂത്ത് ഫൈറ്റേഴ്സ് പോലെയുള്ള ഗ്രൂപ്പിൻ്റെയും വിവരക്കേടുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ എൻ്റെ ചോദ്യം, രക്തവും മാംസവും മാത്രമാണോ എടുത്തത്? മറിയയുടെ മാതാപിതാക്കളുടെ സ്വഭാവമാണല്ലോ മക്കളിലേക്ക് വ്യാപരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്വഭാവവും യേശു ക്രിസ്തുവിലേക്ക് വന്നോ എന്നാണ് എൻ്റെ ചോദ്യം. അവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, മാംസവും ശരീരവും എന്നുള്ളത് മനുഷ്യന്റെ പ്രക്രിയയാണ്. എന്നാൽ യേശു ക്രിസ്തുവിലുള്ളത് ദിവ്യ സ്വഭാവമാണ്. യേശു ക്രിസ്തുവിലുള്ളത് ദിവ്യ സ്വഭാവമാണോ? തീർച്ചയായിട്ടും. നമുക്ക് അവൻ ദൈവം കൂടെ കൂടിയല്ലേ സഹോദര. നിങ്ങൾക്ക് എന്താണ് അത് വെച്ചാണോ താങ്കൾ ഈ ദൈവ സ്വഭാവം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും യേശു ക്രിസ്തു ദൈവ പുത്രനും കൂടെ കൂടിയല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകാത്ത അല്ലല്ല ചോദ്യം ഇങ്ങോട്ട് ചോദിക്കണ്ട. അല്ല, എനിക്ക് മതി, എൻ്റെ അടുത്ത ചോദ്യമാണ്. പിന്നെ അപ്പം ഇവിടുത്തെ താങ്കൾ പറഞ്ഞത് യേശു ക്രിസ്തുവിന് കേവലം ഒരു ദിവ്യ സ്വഭാവം, അതായത് 1 പത്രോസ് 2:1 പറയുന്നത് പോലെ ഒരു ദിവ്യ സ്വഭാവത്തിന് മാത്രം ഉടമസ്ഥനായിരുന്നു എന്നാണോ യേശു ക്രിസ്തു? യേശു ക്രിസ്തുവിൽ 2 സ്വഭാവം ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എന്നുള്ള ദിവ്യ സ്വഭാവവും മനുഷ്യ സ്വഭാവവും. യേശു ക്രിസ്തുവിന് 2 സ്വഭാവം ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്. 2 നേച്ചറാണോ ഉണ്ടായിരുന്നത്, 2 സ്വഭാവമാണോ ഉണ്ടായിരുന്നത്? 2 നേച്ചർ ഉണ്ടായിരുന്നു. അല്ല, സ്വഭാവവും നേച്ചറും രണ്ടാ. 2 നേച്ചർ 2 സ്വഭാവം. എന്റെ പൊന്നുസഹോദരൻ, അപ്പൊ അങ്ങനെ തന്നെയല്ലേ വേണ്ടിയത് നമുക്ക്? 2 സ്വഭാവം വേണം അല്ലേ? രണ്ടും. എത്ര വില്ലുണ്ടായിരുന്നു കർത്താവിന്? എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ വില്ലേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് തന്നെ വളരെ തെറ്റായൊരു മണ്ടത്തരമാണ്. യേശു ക്രിസ്തുവിനൊരു മാനുഷിക വില്ലും ഒരു ദൈവിക വില്ലുമുണ്ട്. യേശു ഒരേ സമയം ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും നിലനിൽക്കുന്നു. അപ്പം ഞാൻ ഒരു ഡോക്യുമെൻ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. CCC 475 നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇപ്പം ഞാൻ CCC വായിക്കുമ്പോൾ ഇവർ പറയും ഇത് TCC ഞങ്ങൾക്കൊരു ചവറാണ്, ഒരു വിലയുമില്ല എന്നൊക്കെ പറയും. പക്ഷേ CCC മാത്രമല്ല, പ്രൊട്ടസ്റ്റൻ്റ് ലോകത്തെ അക്കാദമിക് അല്ലെങ്കിൽ തിയോളജിക്കൽ വേൾഡിൽ ഇത് തന്നെയാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ബഹുഭൂരിപക്ഷം കാണും കേട്ടോ. പ്രൊട്ടസ്റ്റൻ്റ് ലോകം 10,000-കണക്കിന് ഗ്രൂപ്പുകളാണ്. അതിൽ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ഹൈ ലെവൽ തിയോളജിക്കൽ വ്യൂ പോയിൻ്റുള്ള നല്ലൊരു ശതമാനം ആളുകളും ഞാൻ ഈ വായിക്കുന്നത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അതുപോലെ 6-ാം സാർവത്രിക സഭ ആധികാരികമായി പ്രഖ്യാപിച്ചു, ക്രിസ്തുവിന് ദൈവികവും മാനുഷികവുമായ 2 മനസ്സുകളും പ്രകൃതികൾക്കനുസൃതമായ 2 പ്രവർത്തനങ്ങളുമുണ്ട്.
അവ അന്യോന്യ വിരുദ്ധങ്ങളല്ലെന്ന് മാത്രം പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ അവതീർണ ദൈവവചനം നമ്മുടെ രക്ഷയ്ക്കായി പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒത്ത് തൻ്റെ ദൈവിക പ്രവൃത്തിയിൽ എന്തെല്ലാം നിശ്ചയിച്ചു അതെല്ലാം അവിടുത്തെ പിതാവിന് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ട് മാനുഷികമായി നിശ്ചയിച്ചു. അവിടുത്തെ മാനുഷിക മനസ്സ് അവിടുത്തെ സർവ്വശക്തനായ ദൈവ മനസ്സിനെ എതിർക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്യുന്നില്ല, പ്രത്യുത അതിന് വിധേയമായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥമായ മനുഷ്യപ്രകൃതി ആദാനത്തിലൂടെ വചനം മാംസം ധരിച്ചത് മൂലം ക്രിസ്തുവിൻ്റെ ശരീരം പരിധികൾക്ക് വിധേയമായിരുന്നു. അതിനാൽ യേശുവിൻ്റെ മാനുഷിക മുഖം ചിത്രീകരിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് യേശുവിന് ഒരേ സമയം ദൈവത്വവും മനുഷ്യത്വവുമുണ്ട്. ഒരു ദൈവിക മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ ദൈവികമായ വില്ലുണ്ട്. ആ വില്ലനുസരിച്ചുള്ള ദൈവിക പ്രവർത്തനങ്ങളുണ്ട്. മാനുഷിക മനസ്സുണ്ട്. മാനുഷിക മനസ്സനുസരിച്ചുള്ള മാനുഷിക വില്ലുമുണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ആയിരിക്കേണ്ടത്, ദൈവിക വില്ലിന് തങ്ങളെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തുക എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിലൂടെ പ്രകടമാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമല്ലാതെ ഞാൻ ഒന്നും പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. എന്നാൽ യേശുവിൽ യഥാർത്ഥത്തിൽ രണ്ട് മനസ്സുണ്ടെങ്കിൽ രണ്ട് വില്ലുണ്ട്. ഒരു ഡിവൈൻ പ്രവർത്തനമുണ്ടെങ്കിൽ ദൈവിക പ്രവർത്തനം. കാരണം യേശുക്രിസ്തു ഒരേ സമയം സൃഷ്ടപ്രപഞ്ചമുള്ള സൃഷ്ടാവായ ലോഗോസാണ്, അതോടൊപ്പം തന്നെ പൂർണ്ണ മനുഷ്യനുമാണ്. ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ലാതെ സംസാരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നേച്ചറും സ്വഭാവവും. അപ്പോൾ എന്താണ് നേച്ചർ? ഇപ്പം നേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നേച്ചറിനെ കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, നേച്ചർ എന്ന് പറയുന്നത് ജനറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. സ്വഭാവം എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, ആർജിച്ചെടുക്കുന്നതുമാണ്, അല്ലെങ്കിൽ നേച്ചർ ആൻഡ് ക്യാരക്ടർ. ഈ വിഷയത്തിൽ പോലും വ്യക്തമായ ക്ലാരിറ്റിയോടെയല്ല ഇവർ സംസാരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ മാനുഷിക നേച്ചർ, മാനുഷികമായ പല ക്യാരക്ടറും ആദമിൽ നിന്ന് തുടങ്ങിയതാണ്. രണ്ടാമത്തെ ആദമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവം ആദത്തെ സൃഷ്ടിച്ച സമയത്ത് ആദത്തിന് എന്തെല്ലാം സവിശേഷതകൾ കൊടുത്തിട്ടുണ്ടോ ആ സവിശേഷതകളും ആ കഴിവുകളും ആ പരിമിതികളും യേശുക്രിസ്തുവിലുണ്ട്, യേശുവിൻ്റെ മാനുഷിക വ്യക്തിത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പഠിക്കുക, അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വരേണ്ടതുണ്ട് എന്ന് ബൈബിളിൽ നമ്മൾ വചനം കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത് കൃത്യമായി മനസ്സിലാകാതെയാണ് ഈ സഹോദരൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു പെന്തക്കോസ് വിശ്വാസിയാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പെന്തക്കോസ് സഭയുടെ ചരിത്രത്തിൽ പോലും ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം അക്കാഡമിക് സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ വ്യൂ പോയിൻറ്റ്, സിസ്റ്റമാറ്റിക് തിയോളജി ഇവർക്കില്ല. കുറച്ച് അനുഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ഇവരുടേതായ ചില ചിന്തകളിലൂടെയൊക്കെ രൂപപ്പെടുന്നു. അതാണ് ഈ കുഴപ്പം പറ്റുന്നത്. ഇപ്പോൾ തിയോളജി എന്ന് പറയുന്നത് 2000 വർഷമായിട്ട് സഭയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. സഭ ആരംഭിച്ച കാലം തൊട്ട് ഉരിച്ചിരുന്നു പറയുന്നത്. അതേസമയം പ്രൊട്ടസ്റ്റൻ്റ് തിയോളജി വന്നപ്പോൾ 1500 വർഷത്തെ എല്ലാ തിയോളജിക്കൽ വ്യൂ പോയിൻറ്റും തള്ളി സ്വന്തമായിട്ടുണ്ടാക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം പ്രൊട്ടസ്റ്റൻ്റ് ട്രിനിറ്റി വിശ്വസിക്കുന്നതാണ്. ട്രിനിറ്റേറിയൻ തിയോളജി എവിടെയാണ് വരുന്നത്? നിക്കിയ കൗൺസിലാണ് അത് വളരെ വ്യക്തമാക്കപ്പെടുന്നത്, കാൽസ്റ്റിയോൺ കൗൺസിൽ. പക്ഷേ ആ കൗൺസിലിനെ അവർ അംഗീകരിക്കുന്നതിലും ആ കൗൺസിലിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഭാഗമായ ആ തിയോളജിക്കൽ വ്യൂവിനെ നല്ലൊരു ശതമാനം പ്രൊട്ടസ്റ്റൻ്റ് വ്യൂ നടത്തുന്ന ആളുകളും അല്ലെങ്കിൽ ഉള്ള ആളുകളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാതെ കുറച്ച് ബൈബിൾ എടുക്കും, സ്വന്തമായി ഉപദേശം ഉണ്ടാക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്കുകളാണ് ഇത്. നമുക്ക് തുടർന്ന് കേൾക്കാം. ായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ നമുക്ക് ആ ചർച്ച തന്നെ മുമ്പോട്ട് പോവാം. ഈ വാസ്തവത്തിൽ യേശു ക്രിസ്തു മനുഷ്യപുത്രനായിരുന്നു, അതാ ഈ മനുഷ്യകുലത്തോട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. എന്തായിരുന്നു ബന്ധം? ആ മനുഷ്യകുലത്തോടുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആദാം തന്നെ വരുവാനുള്ളവന്റെ പ്രതിരൂപമായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആദമീയ കുലത്തോട് അബ്രഹാമിനോട് എന്തായിരുന്നു ബന്ധം? ആ ആദമീയ കുലത്തിന്റെ വംശാവലിയിൽപ്പെട്ടവരാണ് മുഴുവൻ മനുഷ്യർ. അതെങ്ങനെയാണ് സഹോദരൻ? ആദമിന്റെ രക്ത പാരമ്പര്യത്തിൽപ്പെട്ടവനല്ലല്ലോ യേശു ക്രിസ്തു, ആണോ? ആദത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ സഹോദര, നിങ്ങൾ ഇപ്പോഴും ഞാൻ മനസ്സിലായില്ല. മറിയയിൽ നിന്ന് രക്തവും ശരീരവും യേശു ക്രിസ്തു സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കൃത്യമായിട്ട് അതെനിക്ക് അതുകൊണ്ടാണല്ലോ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ആദവുമായിട്ട് യേശു ക്രിസ്തു അല്ല, നമുക്ക് എന്താണ് ബന്ധം? യേശു ക്രിസ്തുവിന് എന്താണ് ബന്ധം ആദവുമായിട്ടോ? ആദം ദൈവത്തിന്റെ മകനായിരുന്നു. യേശു ക്രിസ്തു, എന്റെ പൊന്നുസഹോദരാ, ജീനിയോളജിയിലാണ് ഞാൻ ചോദിക്കുന്നത്. ജീനിയോളജിയിൽ അബ്രഹാമുമായിട്ട് എന്താണ് ബന്ധം? ആദത്തിനോ?
അബ്രാഹവുമായിട്ട് യേശു ക്രിസ്തുവിന് എന്താണ് ബന്ധം? എല്ലാ മനുഷ്യരുമായിട്ടും ദൈവത്തിന് ബന്ധമുണ്ടല്ലോ, ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ എല്ലാം. ദൈവം എന്നുള്ള നിലയിലുള്ള ബന്ധം അത് തന്നെയാണ് ചോദിച്ചത്. സൃഷ്ടാവ് എന്നുള്ള നിലയിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലാണ്ട് പ്രിയപ്പെട്ടവർ, ഇതാണ് ഒരു തരം മറുപടി. ഇവിടെ വളരെ ലളിതമായൊരു ചോദ്യമാണ്. പരിശുദ്ധ കന്യാമറിയുന്ന ശരീരവും രക്തവും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആദമിൻ്റെ ജനറ്റിക്കൽ സന്തതി, ബയോളജിക്കൽ സൺ അല്ല യേശു ക്രിസ്തു എന്ന് വരും. അപ്പോൾ അത് അജിബദർ ചോദിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലായിരുന്നില്ല എന്ന രീതിയിൽ വളരെ കാപട്യത്തോടെ സംസാരിക്കുകയും ദൈവത്തിന് എല്ലാവരുമായിട്ടും ബന്ധമുണ്ടൊക്കെ ഒന്ന് പറയുകയും, ഇത് ഉഡായിപ്പാണ് നിങ്ങളിവിടെ കാണുന്നത്. ബയോളജിക്കലി ബന്ധമില്ല, രക്തബന്ധമൊന്നും അവർ തമ്മിലൊന്നും ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്ന ആരെ പറ്റിയാണ്? വളരെ കൃത്യമായിട്ട് രക്തബന്ധമൊന്നും യേശു ക്രിസ്തുവും ആദവും തമ്മിലില്ല, അല്ലെങ്കിൽ ബയോളജിക്കൽ സൺ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെന്നാൽ ഞാൻ എന്തുകൊണ്ട് ഈ ചോദ്യം വരുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അബ്രഹാമിന്റെ സന്തതി റോമർ ലേഖനം അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ ദാവീദിന്റെ, നമുക്കറിയാവുന്ന പോലെ ദാവീദിന്റെ കടിപ്രദേശത്ത് നിന്നാണ് മശിയ വരുന്നതെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ദാവീദിന്റെ കടിപ്രദേശത്ത് നിന്ന് ഈ മശിയ വന്നത്? താങ്കൾ ഇപ്പോൾ എന്നോട് ചോദിച്ചത് പിന്നെ റോമ ലേഖനം 1:3 വെച്ചാണോ ചോദിച്ചത്? സഹോദര, നിങ്ങളുടെ അടുത്ത് ചോദ്യത്തിൽ ഞാൻ ഒരു വാക്യം കോട്ട് ചെയ്തിട്ടില്ല. അത് എന്റെ പ്രോഗറ്റീവാണ്. അതായത് ഈ അബ്രഹാമുമായിട്ടും ദാവീദുമായിട്ടും ഈ അവന്റെ കടിപ്രദേശത്ത് നിന്ന് വരുന്ന സന്തതി എന്ന് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? കാരണം ഈ പറഞ്ഞ യേശു ക്രിസ്തുവിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള ഒബ്വിയസ് ആണ്. നിങ്ങൾ പറഞ്ഞു. അല്ലല്ല, അത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പിന്നെ ഈ അതാണ് ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു, സ്പേമ എന്ന വാക്കിന്, സീഡ് എന്നുള്ള വാക്കിന് സ്പേമ എന്നാണ്, അതിൽ നിന്നാണ് സ്പേമ എന്ന് പറയുന്ന ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ലിന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ സ്പേമ, ഇതിന് 3 അർത്ഥങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 2 അർത്ഥങ്ങളാണ് മെയിനായിട്ട്. അല്ല, അനന്തരാവകാശി എന്ന, അത് കേൾക്കുക, താങ്കളുടെ ചോദ്യത്തിൽ ഉത്തരവാണ്. അനന്തരാവകാശി എന്നുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ. അനന്തരാവകാശി എന്നുള്ള അർത്ഥം മാത്രമല്ല, അല്ലാതെ ജനറ്റിക്കലി യാതൊരു ബന്ധവും, ബയോളജിക്കലി യാതൊരു ബന്ധവുമില്ല. അപ്പൊ യേശു ക്രിസ്തു യഹൂദനാണെന്ന് പോലും പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഭൂലോക മണ്ടത്തരാണ് വചനത്തെ വളച്ചൊടിക്കുന്നത്. ഇന്നലെ ഈ വലിയ കുഴിയിൽ വീണതിന് ശേഷം ഇന്നലെ കുറച്ച് കത്തോലിക്ക വിശ്വാസികളും അനിലസ് നായരും തമ്മിലൊരു സംവാദം പറുദീസ എന്ന് പറഞ്ഞ ഒരു ക്ലബ് ഹൗസ് റൂമിൽ നടക്കുന്നുണ്ടായി. അന്ന് മറിയത്തെ ഗർഭം ധരിച്ചു എന്ന വേർഡിന്, ഗ്രീക്ക് വേർഡിന് സീസ് ചെയ്യുക അല്ലെങ്കിൽ ജപ്തി ചെയ്യുക, പിടിച്ചോണ്ട് പോവുക എന്ന ഉള്ള അർത്ഥം കൂടെയുണ്ട്. അപ്പോൾ ഒരേ സമയം ഗർഭം ധരിക്കുക, പ്രഗ്നൻ്റ് ആകുക അല്ലെങ്കിൽ ഗർഭം ധരിക്കുക എന്ന അർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ പിടിച്ചടക്കുക, സീസ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറയുകയാണ് എലിസബത്ത് ഗർഭം ധരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അനിലസ് നായർ പറയുന്നത്, എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ആ റൂം റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഗബ്രിയേൽ മാലാഖയും ദൈവവും മറിയത്തെ സീസ് ചെയ്തു, പിടിച്ചടക്കി എന്നാണ് പറയുന്നത്. ഈ തിരുവചനത്തെ വളരെ, ഇപ്പം ബൈബിളിൽ സ്പേർമ എന്ന വേർഡ് നിങ്ങൾ സ്ട്രോങ് ഒക്കെ എടുത്ത് പരിശോധിക്കുക, ബൈബിൾ ഹബ്ബൊക്കെ എടുത്ത് പരിശോധിച്ചിട്ട് പുതിയ നിയമത്തിൽ സ്പേർമ എന്ന വേർഡ് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കുക. അവിടെ എല്ലാ സ്ഥലത്തും ഒരു വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ്, ഫ്രൂട്ട് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഒരു ജനറ്റിക്കൽ വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അനിലസ് നായർ പറയുന്ന ഒരു മീനിങ് ബൈബിളിൽ എവിടെയും ഈ പുതിയ നിയമത്തിൽ സ്പേർമ എന്ന വേർഡിന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്നാൽ തൻ്റെ ആശയം ജയിക്കുന്നതിന് വേണ്ടി സ്ട്രോങ്ങിൽ പോയിട്ട് സ്പേർമ എന്ന വേർഡിന് ഏതൊക്കെ അർത്ഥമുണ്ടെന്ന് നോക്കുന്നു. അവിടെ വിത്ത് എന്നുള്ള അർത്ഥമുണ്ട്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അർത്ഥവുമുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തെ, അല്ലെങ്കിൽ ഈ സന്ദർഭത്തിനോട് ഒട്ടും യോജിക്കാത്ത വിധത്തിലുള്ള ഈ രണ്ടാമത്തെ അർത്ഥം എടുത്ത് ഉപയോഗിച്ച് അനന്തരാവകാശി എന്നാണ് അർത്ഥമെന്ന് ആക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോമ 9 നമുക്കൊന്ന് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ സ്പേർമ എന്ന വേർഡ്, അതിൻ്റെ ഹീബ്രു അതിൻ്റെ സ്ട്രോങ്ങും ഒക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സീഡ് എന്ന ആ വേർഡ്, ഹീബ്രു വേർഡ് സ്ട്രോങ്ങിൽ G4690 ആണ് അതിൻ്റെ വേർഡ്.
ഈ ബൈബിൾ അനേകം സ്ഥലങ്ങളിൽ ഈ സീഡ് സ്പെർമ എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് വളരെ കൃത്യമായി നമ്മൾ കാണുന്നത് ഈ 4690 G4690 അർത്ഥം നമ്മൾ ഈ സ്പെർമിൽ പോയി ഈ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്താണ്? ഫ്രം ദ ഡൗൺ ഹീബ്രു ദ സീഡ് ഫ്രം വിച്ച് ഈസ് പ്ലാന്റ് ജെർമിനേറ്റ് പ്രോപ്പർലി ദ സീഡ് ഗ്രെയിൻ കേണൽ വിച്ച് കണ്ടെയ്ൻ വിത്ത് ഇറ്റ് സെൽഫ് ഇൻ ദ ജെർം ഓഫ് ഫ്യൂച്ചർ പ്ലാന്റ്. അപ്പം ഒരു വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് കൃത്യമായിട്ട് ബൈബിൾ. അപ്പോൾ അബ്രഹാത്തിൻ്റെ സീഡ്, ഇപ്പം നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് റോമ 4:13 കാണുകയാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർ ദ പ്രോമിസ് ദാറ്റ് ഹീ ഷുഡ് ബി ദ ഹയർ ഓഫ് ദ വേൾഡ് വാസ് നോട്ട് ദ അബ്രഹാം ഓർ ഹിസ് സീഡ് ത്രൂ ദ ലോ ബട്ട് ത്രൂ ദ റൈറ്റ്നെസ് ഓഫ് ഫെയ്ത്ത്. അപ്പോൾ ഇവിടെ അബ്രഹാത്തിൻ്റെ സീഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കത് ബൈബിളിൻ്റെ റോമ 4 പോയിട്ട് നമുക്ക് 13 വായിക്കാം. ലോകത്തിൻ്റെ അവകാശിയാകാൻ എന്ന വാഗ്ദാനം അബ്രഹാത്തിന് തൻ്റെ സന്തതിക്കുമാണ് ലഭിച്ചത്. നിയമത്തിലൂടെയല്ല, വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ്. അപ്പോൾ അബ്രഹാത്തിന് അവൻ്റെ സന്തതിയാണ്. അപ്പോൾ യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയാണ് എന്ന് വളരെ കൃത്യമായി അനേകം സ്ഥലങ്ങളിൽ വളരെ കൃത്യമായ പ്രവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിനെയാണ് നമ്മളുടെ ഈ സഹോദരൻ അതിന് ഒരു അനന്തരാവകാശി എന്നുള്ള അർത്ഥം മാത്രമുണ്ട് എന്നും പറഞ്ഞ് വളച്ചൊടിച്ച് കളയുന്നത്. നിങ്ങൾ ഈ സ്ട്രോങ് എടുത്ത് ബൈബിളിൽ അനേകം സ്ഥലങ്ങളിൽ ഈ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, സീഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെടുത്ത് വായിച്ച് നോക്കുക. ഇവിടെ എല്ലാം വിത്ത് അല്ലെങ്കിൽ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു പ്ലാന്റിൻ്റെ ആ കണ്ടൻ്റ് അടങ്ങിയിരിക്കുന്ന ഒരു റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ആ പ്ലാന്റിൽ നിന്ന് വരുന്ന ഒരു വിത്ത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെയൊക്കെ വളച്ചൊടിച്ച് തൻ്റെ വിശ്വാസം ന്യായീകരിക്കാൻ വേണ്ടി വിശുദ്ധ ബൈബിളിൻ്റെ അർത്ഥം തന്നെ തെറ്റായ രീതിയിൽ മിസ്കോട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്കിത് തുറന്ന് കാണാം. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ വന്ന് ജനിച്ചോണ്ട് യേശുക്രിസ്തു യഹൂദ ഗോത്രത്തിൽ ജനിച്ചു എന്നുകൊണ്ട് കാര്യമില്ല. ഒരു വാടക ഗർഭപാത്രം പോലെ കയറി ഇറങ്ങി പോയല്ലുള്ളൂ. മറിയ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ ദൈവത്തിനോട് ഓക്കെ വന്ന് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കാലം കഴിഞ്ഞപ്പോൾ ഈ കുറെ ന്യൂട്രിയൻസ് ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി. ബന്ധമൊന്നുമില്ലല്ലോ. കാരണം പിന്നെ ദൈവപുത്രൻ ഇങ്ങനെ വന്നു, ഒരു ഷേപ്പിൽ വന്നു, ട്രാൻസ്ഫോം ചെയ്തു. അവിടെ നിന്ന് പുറത്തിറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞു ഓക്കെ അവിടെ ജനിച്ചത് കൊണ്ട് നമുക്ക് യഹൂദനെ വിളിക്കാം. വാസ്തവത്തിൽ ഇവന് യഹൂദനൊന്നും അല്ല. ഇല്ലേ, ഈ അജിബദർ പറയുന്ന ഈ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളുണ്ടല്ലോ, കൃത്രിമ ഗർഭധാരണം. അപ്പോൾ ലാബോറട്ടറിയിൽ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും അണ്ടവും ബീജവും എടുത്ത് ടെസ്റ്റ് ട്യൂബിൽ വെച്ച് യോജിപ്പിച്ചിട്ട് അത് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് അവളെ ഗർഭിണിയാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്ത്രീയിലൂടെ ആ കുഞ്ഞ് വളർന്ന് പുറത്തു വരും. നമ്മൾ ഒരിക്കലും ആ വാടക ഗർഭപാത്രത്തിൻ്റെ ഉടമയായ സ്ത്രീയെ യഥാർത്ഥത്തിലുള്ള ഒരു ബയോളജിക്കൽ അമ്മയാണ് എന്നൊരിക്കലും നമ്മൾ പറയില്ല. അപ്പോൾ ഇവർ പറയുന്നത് പരിശുദ്ധ കന്യാമറിയം ഇവർ പണ്ട് കാലത്തൊക്കെ ഒരു മുട്ടത്തോടെന്നാണ് പെന്തക്കോസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളുടെയൊക്കെ ചോദ്യങ്ങൾ, ഇപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മയെ കണ്ടു, അങ്ങനെ അനേകം ബൈബിൾ വചനങ്ങളിലൂടെ വെറും മുട്ടത്തോട് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഒരു മുട്ടത്തോട് പോലെ, അല്ലെങ്കിൽ മുട്ടയെടുത്തതിന് ശേഷം വലിച്ചൊഴിയുന്ന, അല്ല പഴം തിന്നതിന് ശേഷം വലിച്ചെറിയുന്ന ഒരു പഴത്തൊലി പോലെ നമുക്ക് പരിശുദ്ധ കന്യാമറിയത്തെ കാണാൻ ബൈബിൾ അനുസരിച്ച് പറ്റില്ല എന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് അവരത് പറയില്ല. എന്നാൽ പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പരിശുദ്ധ കന്യാമറിയത്തെ കൃത്യമായി മുട്ടത്തോടെന്നൊക്കെ വിളിക്കുന്ന ഒരു പെന്തക്കോസുകാരെഴുതിയ പുസ്തകം. അപ്പോൾ വളരെ മോശമായിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറി. പക്ഷേ ഇവിടെ പറഞ്ഞു വരുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്, ഒരു വാടക ഗർഭപാത്രം. ഇനി മാക്സിമം ഇവർ പറഞ്ഞാൽ, ഇനി ഇത്ര നല്ലവരായ പെന്തക്കോസുകാരാണെങ്കിൽ അവർ പറയും എന്താണ്, ഒരു ദത്ത് എടുത്ത, ഇപ്പം യേശുക്രിസ്തുവിനെ ദത്ത് എടുത്ത അമ്മ എന്ന് വെച്ചാൽ യഥാർത്ഥ അമ്മയല്ല, പക്ഷേ ജനിച്ചു വീണതിന് ശേഷം വളർത്തിയെടുത്ത ഒരു അമ്മ എന്നുള്ള അർത്ഥത്തിൽ ദത്തമ്മ എന്ന് പറയും. എന്നാൽ പോലും ഒരു ദത്തമ്മ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ബയോളജിക്കൽ സണ്ണിൻ്റെ ബയോളജിക്കൽ അമ്മയാകത്തില്ലല്ലോ. അപ്പം പരിശുദ്ധ കന്യാമറിയം ബയോളജിക്കൽ അമ്മയല്ലെങ്കിൽ ആദത്തിൻ്റെ സന്തതിയല്ല. കാരണം ആദത്തിൻ്റെ പരിശുദ്ധ കന്യാമറിയത്തിന് അല്ലെങ്കിൽ യേശുക്രിസ്തു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ബയോളജിക്കൽ സൺ അല്ലെങ്കിൽ ഒരിക്കലും ആദത്തിൻ്റെ സന്തതിയാകത്തില്ല. അപ്പം ഇതാണ് അജിബദർ ചോദിക്കുന്നത്, നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മളത് പറയുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ജനറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഒരമ്മയ്ക്കിൽ നിന്ന് കുഞ്ഞിലേക്ക് അല്ലെങ്കിൽ വരുന്നതുള്ള അപ്പനും അമ്മയും ചേരുമ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞിന് അപ്പൻ്റെയും ജനറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്,
അമ്മയുടെയും ജനറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ അപ്പനില്ല, പരിശുദ്ധ ആത്മാവിനാൽ ഗർഭം ധരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെ ഒരു ജനറ്റിക്കൽ കോൺട്രിബ്യൂഷൻ നിർബന്ധമായും യേശു ക്രിസ്തുവിൽ ഉണ്ടായിരിക്കണം. കാരണം എന്തിനു വേണ്ടിയാണ്? അത് അബ്രഹാത്തിൻ്റെ സന്തതിയാകാൻ, ദാവീദിൻ്റെ സന്തതിയാകാൻ, ആദമിക സന്തതിയാകാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും വിശുദ്ധ ബൈബിൾ അനുസരിച്ച് ആദമിക സന്തതികളാണ്. എന്നിലും നിങ്ങളിലും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരിലും ആദമിൽ നിന്ന് ആരംഭിച്ച DNA-യുടെ ജനറ്റിക്കൽ കോൺട്രിബ്യൂഷനുണ്ട്. ആ DNA-യിൽ നിന്നാണ് ആ ഹ്യൂമാനിറ്റിയുടെ നേച്ചർ ദൈവം ലേഖനം ചെയ്തു വെച്ചിരിക്കുന്നത് ഭൗതിക അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ ഇതിനെ നിഷേധിക്കുമ്പോൾ ഒരു ഏലിയൻസ് അല്ലെങ്കിൽ മറ്റൊരു ദൈവം, മറ്റൊരു മനുഷ്യവംശം ഈ ആദമുമായി ബന്ധമില്ലാത്ത മറ്റൊരു വംശത്തിൽ നിന്നും വരുന്നതായി തീരും. ശരിയല്ലേ? വാസ്തവത്തിലും അവൻ യഹൂദൻ തന്നെയായിരുന്നു. തിരുവചനം അത് വ്യക്തമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. എബ്രായ തിരുവചനം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ തിയറി അനുസരിച്ച് അവൻ യഹൂദനല്ല. അതെ, അവൻ തിയറി അനുസരിച്ച് യഹൂദനാവുന്ന എങ്ങനെയാ? നമുക്കറിയാം റോമാലേഖനം 9 അനുസരിച്ച് ജഡപ്രകാരം അവൻ യഹൂദന്മാരിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അത് ജഡപ്രകാരം എങ്ങനെ? അതാണ് ഞാൻ അനുസരിച്ചിട്ട് ജനിതപരമായിട്ട് ഈ പറഞ്ഞ അവർക്ക് ഒരു ബന്ധമില്ല. ശരിയല്ലേ? അല്ലല്ല, പിന്നെ അതാണ് പറഞ്ഞത്. ജഡപ്രകാരം എന്ന് പറയുന്നത് അവിടെ ഈ സീഡ് എന്ന് പറയുന്നത് അനന്തരാവകാശി എന്നുള്ള നിലയ്ക്ക് മാത്രമേ, അവകാശി എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ജനിതപരമായ ബന്ധമല്ല. അല്ല, ഞാൻ അത് വായിക്കാം. റോമലേഖനം 1:3 ഇത് കിടക്കുന്നത്. കൺസേണിങ് ഈസ് സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ് വിച്ച് വാസ് മെയ്ഡ് ഓഫ് ദ സീഡ് ഡേവിഡ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. അത് കൃത്യമായിട്ട് മലയാളത്തിൽ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഈ മലയാളത്തിൽ എഴുതി ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി എന്നുള്ളത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ വാസ് മെയ്ഡ് ഓഫ് ദ സീഡ് ഓഫ് ഡേവിഡ് അക്കോർഡിംഗ് ടു ഫ്ലഷ്. അതായത് ദാവീദിന്റെ വംശാവലിയിൽ സീഡിൽ നിന്ന് അനന്തരാവകാശിയായിട്ട് വന്നു. അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് എങ്ങനെയാണെന്നുള്ളത് മക്കൾ ജഡരക്തങ്ങളായതുകൊണ്ട് അത് താങ്കളുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ഇപ്പൊ യാക്കോവുമായിട്ടൊരു മല്ല് പിടിച്ചിട്ടുണ്ട് ഒരു ദൂതൻ. അതായത് പിന്നെ തിയോഫനി ആണെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ശരീരവും ദിവ്യ ശരീരവും യേശു ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. എന്താണ് ആ വ്യത്യാസം എന്നൊന്നും പറയാമോ? എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ഇതും പിന്നെ മനുഷ്യരൂപത്തിലാണ് വന്നത്, ഈ പറഞ്ഞ യേശു ക്രിസ്തു മനുഷ്യരൂപത്തിലാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ശരീരങ്ങളിൽ നമ്മൾ എന്താണ് വ്യത്യാസം? ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡിൽ പറയാമോ? ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് രക്തമുണ്ടായിരുന്നു. പിന്നെ യാക്കോബിനോട് യുദ്ധം ചെയ്ത ദൂതന്റെ ശരീരത്തിൽ രക്തം ഉണ്ടായിരുന്നു. അവിടെ രക്തം ചീന്തിയോ ഇന്നൊന്നും എഴുതിയിട്ടില്ല. രക്തം വന്നത് എപ്പോഴാണ്? ശരിയായത്, എവിടെ നിന്നാണ് രക്തം വന്നത്? ആ രക്തവും മാംസവും ആദാമിനും ഹൗവയ്ക്കും എവിടുന്ന് കിട്ടിയോ അവിടുന്ന് തന്നെയാണ് അത് വന്നത്. അതായത് സെലസ്റ്റിയൽ ആയിരുന്നു. അതായത് ആദാമും ഹൗവായും സെലസ്റ്റിയൽ ആണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആദമും ഹൗവയും, പിന്നെ തീർച്ചയായിട്ടും ആദമും ഹൗവയും എന്ന് പറയുന്നത് പിന്നെ ദൈവം സൃഷ്ടിച്ചാണല്ലോ. അതാ പറഞ്ഞ ദൈവം സൃഷ്ടിച്ച, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ അതായത് യേശു ക്രിസ്തുവും പിന്നെ യേശു ക്രിസ്തു എന്നുള്ളത് സെലസ്റ്റിയൽ ഫ്ലഷ് ആയിരുന്നു. അല്ല, ഇത് പറയുന്ന കേൾക്കൂ. ഞാൻ താങ്കളോട് എന്റെ വിഷയാവതരണം ശ്രദ്ധിക്കാഞ്ഞോണ്ട് പറ്റും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അജിബദർ ചോദിക്കുന്ന വളരെ ജെന്യുവിനായ ചോദ്യമാണ്. ആദവും അവയും ദൈവം സൃഷ്ടിച്ചതാണ്. ആദത്തിനും അവയ്ക്കും എവിടുന്ന് ശരീരവും രക്തവും ലഭിച്ചോ അതുപോലെയാണ് യേശു ക്രിസ്തുവിന് ലഭിച്ചത്. എന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ദൈവം സ്വയം ആയിത്തീർന്നു. ഇതിനെയാണ് സെലക്ഷൻ ഫ്ലഷ് തിയറി എന്ന് പറയുന്നത്. അതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയുകയാണ്. ഇപ്പം 2 തരത്തിലുള്ള പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്ന്, ആദമിൻ്റെ ജനറ്റിക്കൽ ഓർഡറിൽ ജീനിയോളജിക്കലി വരുമ്പോൾ ബയോളജിക്കൽ സണ്ണായിട്ട് യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച ആദമിക ഫ്ലഷിൻ്റെ തുടർച്ചയാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ഫ്ലഷ്. ആ അർത്ഥത്തിൽ വരാൻ പറ്റും. അല്ലെങ്കിൽ ആദവുമായിട്ട് ബന്ധമില്ലെങ്കിൽ വേറൊരു ക്രിയേഷൻ അവിടെ നടക്കണം എന്ന് പറഞ്ഞാൽ മറ്റൊരു ആദത്തെ ദൈവം സൃഷ്ടിക്കണം. ആ ആദത്തിൻ്റെ തുടർച്ചയായിട്ട് വരണം. അല്ലെങ്കിൽ ആദത്തിന് തുടർച്ചയില്ല. ആദം തുടങ്ങുന്നത് എവിടുന്നാണ്? ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്ന്. ആദത്തിന് മുമ്പ് മനുഷ്യത്വമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഇവർ പറയുന്നത്, പിന്നീട് നമുക്ക് കേൾക്കാം, ആദത്തിന് മുമ്പേ മനുഷ്യത്വമുണ്ട്, ആ മനുഷ്യത്വം നിത്യമാണെന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് അടുത്തേക്ക് പോകും. പക്ഷേ അങ്ങനെ ആദത്തിന് മുമ്പേ മനുഷ്യത്വമുണ്ടെങ്കിൽ അത് വേറൊരു മനുഷ്യത്വമാണ്, ആദവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു മനുഷ്യത്വം. ആ മനുഷ്യത്വത്തിൽ നിന്ന് ഫ്ലഷ് വന്നു എന്ന് പറയേണ്ടി വരും. നമുക്കത് തുടർന്ന് കേൾക്കാം. ഓക്കെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പറയുമ്പം അല്ലസ് നായർ പറയുമ്പം യഥാർത്ഥത്തിൽ സെലസ്റ്റിയൽ ഫ്ലഷ് തിയറിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ
ഫ്ലഷ്, നമ്മളെല്ലാം ആദമിക ബയോളജിക്കൽ സൺസാണ്. അപ്പോൾ ആദമിൽ നിന്ന് വരുന്ന ജനറ്റിക്കൽ ഫ്ലഷാണ് നമ്മളെല്ലാം ഉള്ളത്. തലമുറകളായി കൈമാറി വരികയാണ്. ആദമിൻ്റെ DNA-യിൽ നിന്നും ഔവയുടെ DNA-യിൽ നിന്നും മക്കളുണ്ടായി, അങ്ങനെ മാറി മാറി വരികയാണ്. അപ്പോൾ ആദമിൻ്റെ ജനറ്റിക്കൽ കോൺട്രിബ്യൂഷനിലൂടെയാണ് ഈ ഫ്ലഷ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ന്യൂട്രിയൻ്റൊക്കെ എടുത്ത് DNA ഉപയോഗിച്ച് നമ്മുടെ കോശങ്ങൾ തന്നെയാണ് നമുക്ക് കൂടുതൽ മാംസവും രക്തവും ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഈ ഭൗതിക ശരീരം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ അതിന് തുടക്കമിടുന്നത് നമ്മളുടെ ഭ്രൂണമാണ്. അപ്പനും അമ്മയിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഭ്രൂണമാണ് ആദ്യത്തെ കോശം. ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് അങ്ങനെ അല്ല എന്നും പരിശുദ്ധ കന്യാമറിയത്തിന് നിന്നും ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പം എടുത്തിട്ടില്ല, അല്ലെങ്കിൽ DNA-യോ ജനറ്റിക് നമുക്കറിയില്ല. അതൊരു മിസ്റ്ററിയാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പം അഴുകിപ്പോയ ലാസറിനെ ഉയർപ്പിച്ച ദൈവത്തിന് ഏത് രീതിയിലും ലാസറിൻ്റെ ശരീരം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഔവയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദത്തിൻ്റെ വാരിയിൽ നിന്നാണ് ഔവ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദമിക ഫ്ലഷിൻ്റെ പിന്തുടർച്ച തന്നെയാണ് ഔവ. ആദത്തിൻ്റെ വാരിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഔവയെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു തരത്തിലാണ്. ഇത് സാധാരണയുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അല്ല ഔവ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എന്താണെങ്കിലും നമ്മളൊക്കെല്ലാം ആദമിക പിന്തുടർച്ചയാണ്. അപ്പോൾ ഇവിടെ അല്ലസ് നായർ പറയുന്നത് ആദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് അല്ലസ് നായർ പറയുന്നത്. ഇതിനെയാണ് സെലഷ്യൽ ഫ്ലഷ് തിയറി, അല്ലെങ്കിൽ മനുഷ്യവംശവുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ഫ്ലഷ് ആണ് എന്ന് പറയുന്നത്. ഇത് പുള്ളി അല്ല എന്ന് ഒറ്റയടിക്ക് പറയുകയും ചെയ്യാം. ഇത് പറയുന്നത് പച്ചയ്ക്ക് സെലഷ്യൽ ഫ്ലഷ് തിയറിയാണ്. സെലഷ്യൽ ഫ്ലഷ് തിയറിയിലും വലിയ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ യേശുവിന് മാംസരക്തങ്ങൾ ഉണ്ടായിരുന്നു, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ചാണ് യേശുവിന് മനുഷ്യ ശരീരം ലഭിച്ചതെന്ന് പോലും അംഗീകരിക്കാത്ത ആളാണ് അല്ലസ് നായർ. അവിടെ രക്തം ചീന്തിയോ ഇന്നൊന്നും എഴുതിയിട്ടില്ല. രക്തം വന്നത് എപ്പോഴാണ് ശരിയായത്? എവിടെ നിന്നാണ് രക്തം വന്നത്? ആ രക്തവും മാംസവും ആദാമിനും ഹൗവയ്ക്കും എവിടുന്ന് കിട്ടിയോ അവിടുന്ന് തന്നെയാണ് അത് വന്നത്. അതായത് സെലസ്റ്റിയൽ ആയിരുന്നു. അതായത് ആദാമും ഹൗവായും സെലസ്റ്റിയൽ ആണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ആദാമും ഹൗവയും, പിന്നെ തീർച്ചയായിട്ടും ആദാമും ഹൗവയും എന്ന് പറയുന്നത് പിന്നെ ദൈവം സൃഷ്ടിച്ചാണല്ലോ. അതാ പറഞ്ഞ ദൈവം സൃഷ്ടിച്ചു, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ അതായത് യേശുക്രിസ്തുവും പിന്നെ യേശുക്രിസ്തു എന്നുള്ളത് സെലസ്റ്റിയൽ ഫ്ലഷ് ആയിരുന്നു. അല്ല, ഇത് പറയുന്ന കേൾക്കൂ. ഞാൻ താങ്കളോട് എന്റെ വിഷയാവതരണം ശ്രദ്ധിക്കാഞ്ഞുകൊണ്ട് പറ്റിയതാണ്. ആ ഹൗവയ്ക്ക് എവിടുന്നാ ശരീരം കിട്ടിയത്? ഹൗവയ്ക്ക് ആദാമിൽ നിന്ന് കിട്ടി. വാക്യം പറയൂ. നമ്മൾ റെഫറൻസ് എടുത്തല്ലോ. ഞാൻ വായിക്കാം. ഹൗവായ്ക്ക് ദൈവം തന്നെയാണ് മാംസം ഒരുക്കി കൊടുത്തതെന്ന് ഞാനിവിടെ കൃത്യമായിട്ട് വിഷയാവതരണത്തിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ നിന്ന് മാംസം പിടിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് അതാ പറഞ്ഞ. നിങ്ങൾ പറഞ്ഞ ആദാമിന്നാ കിട്ടിയത്. ആദാമിന്നല്ല. ആദമിന്റെ വാരിയൽ നിന്നാണ് ഔവയെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആദ്യമിന്റെ വാരിയലിനെ ദൈവം എന്ത് ചെയ്തു? ഔവയുടെ മാംസവും അസ്ഥികളും ഒക്കെ ആക്കി മാറ്റിയെന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? ഇതേപോലെ തന്നെ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്നും ശരീരത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എടുത്ത് യേശുവിൻ്റെ ശരീരമാക്കി ദൈവം മാറ്റിയെന്ന് പറഞ്ഞുകൂടെ? എന്നാൽ ആദത്തിൻ്റെ ശരീരം ആരുടെ അടുത്തെങ്കിലും എടുത്തതാണോ? മണ്ണിൽ നിന്നുണ്ടാക്കിയെന്നാണ് പറയുന്നത്, പ്രകൃതിയിൽ നിന്നുണ്ടാക്കി, അല്ലെങ്കിൽ ദൈവം നേരിട്ടുണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഔവയുടെ കാര്യത്തിൽ വന്നപ്പോൾ ആദമിൽ നിന്ന് എടുത്തു എന്നാണ് പറയുന്നത്. ആദമിൻ്റെ വാരിയിൽ നിന്നാണ് ഔവ ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പം ആ വാരിയലിലേക്ക് ദൈവം വേറെ മണ്ണിൽ നിന്ന് മാംസം ഉണ്ടാക്കിയെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദമിൻ്റെ വാരിയൽ, അല്ലെങ്കിൽ ആദം, അത് സിംബോളിക്കാണ് എങ്കിൽ അതിൻ്റെ വാരിയലിന് ശരീരവും മുടിയും ഒക്കെയുള്ള അസ്ഥികളും ഒക്കെയുള്ള ഔവയുടെ ശരീരമാക്കി മാറ്റി. അപ്പോൾ ആ വാരിയലിനെ മാംസമാക്കി മാറ്റിയിട്ടുണ്ട്, അസ്ഥികളാക്കി മാറ്റിയിട്ടുണ്ട്, മുടികളാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ആദമിന്നല്ല നിങ്ങളുടെ കാഴ്ചപ്പാട്. കാഴ്ചപ്പാട് വചനമല്ലേ സാർ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ. നിങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞോ. വാക്യം ഞാൻ ചോദിച്ചു. വാക്യം ഉൽപ്പത്തി പുസ്തകം 2-20-21 അവൻ മാംസം പിടിപ്പിച്ചു, വാരിയലിൽ ഒന്ന് ഊരിയെടുത്തു, അതിൽ മാംസം പിടിപ്പിച്ച ദൈവം തന്നെ. ബൈബിൾ. ഇനി പ്രിയമുള്ളവരെ, അങ്ങനെയാണോ? നമുക്കൊന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതാണ് അല്ലസ് നായർ പറയുന്ന വചനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ സ്ത്രീയെ സൃഷ്ടിച്ചതുമായ വചനം നമുക്കൊന്ന് ശ്രമിക്കാം. അതുകൊണ്ട് ദൈവം കർത്താവ് മനുഷ്യനെ ഗാഢനിലത്തിൽ ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി. മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയൽ കൊണ്ടാണ് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അപ്പോൾ ഇവിടെ മാംസം പുറത്തു നിന്നാണ് എടുത്തതെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇവിടെ
എന്താണ്, മനുഷ്യരിൽ നിന്നെടുത്ത് വാരിയെല്ലു കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അപ്പോൾ ഈ വാരിയെല്ല് കൊണ്ട് സ്ത്രീക്ക് രൂപം കൊടുക്കുമ്പോൾ ആ സ്ത്രീയിലുള്ള സകല കാര്യങ്ങളും വാരിയെല്ലുണ്ട് കൊണ്ട് തന്നെയാണ് ദൈവം ഉണ്ടാക്കിയത്. ഔവയെ ഉണ്ടാക്കിയപ്പോൾ ആദത്തിൽ നിന്നൊരു വാരിയെല്ലെടുത്തു. ആ വാരിയെല്ല് ചില ഭാഗത്തെ മാംസമാക്കി മാറ്റി, ചില ഭാഗത്തെ മുടിയാക്കി മാറ്റി, ചില ഭാഗത്തെ നഖമാക്കി മാറ്റി, ചില ഭാഗം അസ്ഥികൂടമാക്കി മാറ്റി, ചില ഭാഗം ഹൃദയമാക്കി മാറ്റി. ഇങ്ങനെയല്ലേ നമ്മളതിനെ വാരിയെല്ല് കൊണ്ട്, വാരിയെല്ലിന് പുറത്തുനിന്ന് എന്തെങ്കിലും കൂടെ എടുത്തു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ തിരുവചനത്തെ അതിൻ്റെ ആ ഭാഗം എന്താണ്, 21 ഇതിൽ കഴിഞ്ഞിട്ടുള്ള ആ വചനം 22-ാമത്തെ വചനം അയാൾ വിഴുങ്ങി. മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീയെ രൂപം കൊടുത്തു, അവളെ അവന് മുന്നിൽ കൊണ്ടുവന്നു. ഈ 22-ാമത് 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 2-ാമത് 22-ാമത്തെ വചനം അയാൾ വിഴുങ്ങിയിട്ട് ഈ അനിലസ് നായർ വീണിട്ട് ഒന്ന് മാത്രം, അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ കാടുന്നില്ലാതെ ഉറങ്ങിക്കിടന്ന അവൻ്റെ വാരിയലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി. ഓക്കെ, ആ മാംസം എവിടുന്ന് വന്നു? അതും ഈ വാരിയല് കൊണ്ടിൻ്റെ പാർട്ടായിട്ട് തന്നെ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 22-ൽ വാരിയൽ കൊണ്ട് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. വാരിയൽ എടുത്തിട്ട് ആ വാരിയലിന് ദൈവം സ്വന്തമായിട്ട് മറ്റൊരു സ്ഥലത്തു നിന്ന് മാംസം ഉണ്ടാക്കി പിടിപ്പിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഈ വ്യക്തിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ ഒരു കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തവും യേശുക്രിസ്തുവിൻ്റെ മാംസവും അക്കോർഡിംഗ് ടു അജി, അതായത് മറിയയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അതായത് സൃഷ്ടികർത്താവ് സൃഷ്ടിയുടെ ദാനം സ്വീകരിച്ച് അതേ രക്തം കൊണ്ട് തന്നെ സൃഷ്ടിയെ ശുദ്ധീകരിക്കുന്ന ഒരു വലിയ ഒരു പ്രഹേളിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ക്യാരക്ടർ എടുത്ത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഒരൊറ്റ പോയിന്റ് കൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പോയിന്റിൽ തന്നെ വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അവയെ സൃഷ്ടിക്കാൻ ആദത്തിൽ നിന്ന് ദൈവം എന്തുകൊണ്ട് വാരിയലെടുത്തു? അങ്ങനെയാണ് വാരിയൽ സൃഷ്ടികർത്താവ് സൃഷ്ടിയിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നത് വലിയ നാണക്കേടാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ ആദത്തിൻ്റെ വാരിയലിൽ ദൈവത്തിന് വേണ്ടി വന്നു? ദൈവത്തിന് അല്ലാതെ അങ്ങ് സൃഷ്ടിച്ചുകൂടായിരുന്നു? അപ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത് ഞാൻ എങ്ങനെയൊക്കെ സൃഷ്ടിക്കണമെന്ന്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീരത്തിന് സ്ത്രീയുമായിട്ട് ബന്ധമില്ല എന്ന് പറയാം. സ്ത്രീയുടെ സന്തതി നിൻ്റെ തല താർക്കും എന്ന് പറയുമ്പോൾ ഈ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിൽ യേശു ക്രിസ്തു ആദമിൻ്റെ സന്തതിയല്ല, ദാവീദിൻ്റെ സന്തതിയല്ല എന്നൊക്കെ സ്ഥാപിക്കാനും അതിലൂടെ പരിശുദ്ധ കന്യാമറിയത്തെ വെറും മൊട്ടത്തോടോ വാടക ഗർഭപാത്രമോ ഒക്കെ ആക്കി മാറ്റി ആ പരിശുദ്ധ കന്യാമറിയത്തിന് നമ്മളൊക്കെ നൽകുന്ന ആ ഹൈപ്പർ ധൂളിയ അതിബഹുമാനം, അല്ലെങ്കിൽ യേശുവിൻ്റെ നമ്മുടെ ദൈവത്തിൻ്റെ അമ്മ എന്ന രീതിയിൽ നമ്മൾ നൽകുന്ന ആ ബഹുമാനത്തെ ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി തിന്മ ഈ അനിലസ് നായരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിന് നിരവധി ലോജിക്കുകളാണ് ഇവർ കൊണ്ടുവരുന്നത്. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇരുമ്പ് തൊണ്ടുകൊണ്ട് ലോകത്തെ ഭരിക്കേണ്ട ആ കുട്ടിയെ പ്രസവിച്ച ആ സ്ത്രീയെ വിഴുങ്ങിക്കളയാൻ വായിൽ നിന്ന് നദി പോലെ ജലമൊഴുക്കി എന്ന് പറയുന്നുണ്ട്. പിശാച്, സർപ്പം ജലമൊഴുകുന്നത്. ഇത് ഈ നദി പോലെ ജലമൊഴുകുന്നതിൻ്റെ പ്രതീകങ്ങളാണ് ഇതൊക്കെ. കാരണം ഇവിടെ ഇയാൾ പറയുന്നത് എന്താണ്? ദൈവത്തിന് സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടിയുടെ സഹായം ആവശ്യമുണ്ടോ? ദൈവത്തിന് ആവശ്യമൊന്നുമില്ല. പക്ഷേ ഔവയെ സൃഷ്ടിക്കാൻ എന്തിന് ആദത്തിൻ്റെ വാരികൾ ദൈവം കൊടുത്തു? ഇനി അതൊന്നുമല്ല, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദൈവിക പ്രവചനമാണ് ആദമിൻ്റെ സന്തതി അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി നിൻ്റെ തല തീർക്കുമെന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതി ആയിരിക്കണം. അബ്രഹാത്തിൻ്റെ കാര്യത്തിൽ ഇസഹാക്കിൽ അബ്രഹാത്തിൻ്റെ സന്തതിയിലൂടെ സകല ജനതയും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പം അബ്രഹാത്തിൻ്റെ ഒരു ബയോളജിക്കൽ സണ്ണല്ലാത്ത, അബ്രഹാവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അബ്രഹാത്തിൻ്റെ സന്തതിയായി തീരുന്നത് പൂർണ്ണാർത്ഥത്തിൽ? അപ്പം ഇങ്ങനെ അനേകം ചോദ്യങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് പരിശുദ്ധ കന്യാമറിയത്തെ ഇകഴ്ത്തി കാണിക്കുക. പിശാചിന് ഏറ്റവും വെറുപ്പുള്ളത് പരിശുദ്ധ കന്യാമറിയത്താണ്. കാരണം ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമ്മതമാണ് ലോകത്ത് രക്ഷാകര പദ്ധതി അല്ലെങ്കിൽ വിജയം വരെ യേശു ക്രിസ്തുവിൻ്റെ അവതാരത്തിന് കാരണമായത്. ഔവയുടെ പാപം അല്ലെങ്കിൽ ഔവയുടെ അനുസരണക്കേട് ലോകത്തെ മുഴുവൻ തിന്മയിലേക്ക് നയിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഔവയും ആദത്തിൻ്റെ അനുസരണക്കേട് നയിച്ചെങ്കിൽ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുസരണം ദൈവം തന്നെ ഭൂമിയിലേക്ക് അവതരിക്കാനും നമ്മുടെ രക്ഷകനായി മാറുവാനും ഇടയാക്കി. ഇത് പിശാചിന് ഒടുങ്ങാത്ത കലിയാണ്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ കലി പിശാചിന് പരിശുദ്ധ കന്യാമറിയത്തോടുണ്ടാവും. ഈ വൈരാഗ്യമാണ്
ഈ പാവപ്പെട്ട സഹോദരൻ അൽനസ് നായരിലൂടെയും അനേകം പെന്തക്കോസുകാരിലൂടെയും ഈ പറയുന്ന അനിൽകുമാർ അയ്യപ്പനിലൂടെയും ഷിജുമോൻ തങ്കപ്പനിലൂടെയും ഒക്കെ പുറത്തു വരുന്നത് അവർ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അടുത്ത വീഡിയോയിൽ തുടർന്നു വരുന്ന സെക്ഷനുകൾ കേൾക്കാം.